സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. ഷൊർണൂരിൽ യുവാവിനെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിലായി. അബ്ദുൾ സലീം, മുഹമ്മദ് ഷാഹുൽ ഹമീദ്, രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 19-ന് രാത്രി 12-ന് കുളപ്പള്ളി സർക്കാർ പ്രസിന് സമീപത്തുള്ള ഗ്രൌണ്ടിന് സമീപം നിൽക്കുകയായിരുന്ന കുളപ്പള്ളി സ്വദേശി തോണിക്കടവിൽ അനസ്മോൻ എന്നയാളെ സ്ഥലത്തെത്തിയ പ്രതികൾ പോലീസാണെന്ന വ്യാജേന ദേഹപരിശോധന നടത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 9,630 രൂപയും മൊബൈൽ ഫോണും കവരുകയായിരുന്നു. തുടർന്ന് അനസിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു. അബ്ദുൾ സലീമിനെ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചും മുഹമ്മദ് ഷാഹുൽ ഹമീദിനെ ആലുവയിലെ ഒളി സങ്കേതത്തിൽ വെച്ചും രാജീവിനെ കുളപ്പുള്ളിയിൽ വെച്ചുമാണ് പിടികൂടിയത്. പ്രതികളിൽ നിന്നും കവർച്ച ചെയ്ത സാധനങ്ങളും കണ്ടെടുത്തു. രാജീവ് മുൻപും സമാന രീതിയിലുള്ള നിരവധി കേസുകളിൽ പ്രതിയും കാപ്പ നടപടികൾ ഉൾപ്പെടെ നേരിട്ട ആളുമാണ്. ഷാഹുൽ ഹമീദ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നിർദ്ദേശാനുസരണം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഡേവി, സേതുമാധവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ രവി, നിഷാദ്, സിവിൽ പോലീസ് ഓഫീസർ റിയാസ്, സൈബർ സെൽ സേനാംഗം റാലു, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എഎസ്ഐ ഇഗ്നീഷ്യസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് CCV.